കാസർഗോഡ് ജില്ലയിലും പവർ കട്ടിൽ ജനങ്ങൾ പ്രതിഷേധത്തിലാണ് കേട്ടോ. പല സമയങ്ങളിലായിട്ടാണ് പവർ കട്ട്. കാസർഗോഡ് നഗരത്തിലെ ഒരു വീട്ടിൽ നിന്ന് അരുൺ പൂപ്പറമ്പ തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി പ്രേക്ഷകരൊന്ന് കാണും. കാസർഗോഡ് നഗരത്തിൽ ഇപ്പോഴാണ് ഈ പവർ കട്ടിന്റെ ഭാഗമായി ആ കറണ്ട് പോയത്. ഇപ്പോൾ അത് നഗരത്തിൽ തന്നെയുള്ള ഒരു വീട്ടിലാണ്. ഈ പവർ കട്ടിനോട് അവരെങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഈ പരീക്ഷയൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെ കറണ്ട് ഇടയ്ക്കിടയ്ക്ക് എല്ലാ ദിവസവും പോകുന്നത് വലിയ ബുദ്ധിമുട്ടല്ലേ? അതെ, വലിയ ബുദ്ധിമുട്ടാണ്. പഠിക്കാൻ കിട്ടുന്നില്ല. പിന്നെ ടോർച്ച് ഉപയോഗിച്ചിട്ട് പഠിക്കണം. അത് നല്ല ബുദ്ധിമുട്ടാണ്. പഠിക്കുന്ന ആ ഫ്ലോ ഒന്ന് പോവും, ആ കോൺസെൻട്രേഷൻ ഞങ്ങൾ ഡൈവേർട്ടായിട്ട് പോവും. ഇത് പരിഹരിക്കണം. ഞങ്ങൾക്ക് ഈ പവർ കട്ടിൻ്റെ ഇഷ്യൂ സോൾവ് ആക്കണം. സോൾവ് ആക്കി തരണം. ഇത് എമർജൻസിലായിട്ടായിരുന്നെങ്കിൽ അരമണിക്കൂറേ നിൽക്കൂ ബാക്കപ്പ്. പിന്നെ അതിൻ്റെ മുകളിൽ നിൽക്കില്ല. പിന്നെ ക്യാൻഡിൽ കത്തിച്ച് ചെയ്യേണ്ടി വരും. ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെ. 10 വർഷമായി പവർ കട്ട് ഉണ്ടായിരുന്നില്ല, ഈ വർഷം തുടങ്ങി. ഇങ്ങനെയാണ് പ്രതികരണം. ഞാൻ ഇപ്പോൾ ഉള്ളത് നേരത്തെ സൂചിപ്പിച്ച പോലെ പരീക്ഷ നടക്കുന്ന ഒരു +2 വിദ്യാർത്ഥി ഉൾപ്പെടെ ഉള്ള വീട്ടിലാണ്. സ്വാഭാവികമായും അവർക്ക് ഈ പഠനത്തെയൊക്കെ രാത്രി ഇങ്ങനെ ഇടയ്ക്കിടെ കറണ്ട് പോകുമ്പോൾ സ്വാഭാവികമായും അത് ബാധിക്കും. ആ പ്രതികരണമാണ് അവർ നടത്തുകയും ചെയ്തത്.